മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുവന്ന ഞാനിപ്പോ രാത്രി 2 മണി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രാത്രി 3 മണിക്ക് കോൾ വരും. ഇവര് രണ്ടുപേരോടെ വീഡിയോ കോൾ ചെയ്ത് വിളിക്കും. സത്യം ഞങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കണം. ഇന്നോലെ കാര്യം ഞാൻ ആലോചിക്കും, പഠിക്കും. അവനോട് പറയില്ല ഇറങ്ങി പഠിക്കുക. ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ചിലപ്പോൾ 3:00 4:00 അവന് മെസ്സേജ് ഇന്നോട് സംഭവം എടുക്കും കേട്ടോ, ഇനി ഇന്നോലെ ആക്കണം. പക്ഷെ ഡിക്കറോ വിളിച്ചാ ഫോൺ എടുക്കും. വേറെ നമ്പറിൽ നിന്ന് വിളിക്കണോ? ഡിക്കറോ വിളിച്ചാ 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഞാന് വിളിച്ചാൽ തിരിച്ചു മെസ്സേജ് എന്താടാന്ന് ചോദിക്കും. ഞാൻ തിരക്കായിരിക്കും, അവന്റെ വിസയും കാര്യങ്ങളായിരിക്കും. പക്ഷെ തിരിച്ചു ചോദിക്കും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കണം. അല്ലേടാ ഡിക്രോനോട് ഡിക്രോ എന്നോട്ട് ഈ മോട്ടിവേഷൻ വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയത്, ആ മോട്ടിവേഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ ഒക്കെ എന്താ? അത് നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നമ്മുടെ ജീവാനുഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മോട്ടിവേഷനാണ്. ഞാൻ ഇവനോട് ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റ് ടൈം 2 കണ്ണും കാണത്തില്ല, 2 കണ്ണ് ഇപ്പൊ കാണാം. അപ്പോൾ 2 കണ്ണ് സർജറി കഴിയും. അപ്പോൾ അന്നേരമായിരുന്നു മറ്റേ ഫസ്റ്റ് ഇവരുടെ ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ ആദ്യം എന്ന് വെച്ചപ്പോൾ എനിക്ക് പഴയ ഒരു വിവോയുടെ ഫോണായിരുന്നു, അതിൻ്റെ അകത്ത് ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് ചെറിയ ഇൻസ്റ്റാഗ്രാം അന്ന് എനിക്ക് 400 ഫോളോവേഴ്സ് ഉള്ളത്. അപ്പോൾ അന്ന് അപ്പനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഇലയുടെയും കഴിച്ചൊരു ഫോൺ ആരുമില്ല, വീട്ടിലൊന്നും ആരുമില്ല, ഭയങ്കര ബോറടി. ഫോൺ എടുത്ത് ചുമ്മാ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ ഇലയുടെയും കഴിച്ച് സംസാരിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് ആ വീഡിയോ കയറി റീച്ചായി 4 ബില്യൺ. ഇപ്പോൾ 4 ബില്യൺ ആയിട്ട് ആ 400 കടന്ന ഇൻസ്റ്റാഗ്രാം ഇപ്പം എനിക്ക് അന്ന് തന്നെ 80,000 അടിച്ച് ഫോളോവേഴ്സ്. പിന്നെ ബമ്പർച്ചിരിന്ന് വിളി വന്ന് അവിടെ പോയി പിന്നെ പെർഫോം ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് 1 lakh കയറി. ഇപ്പം 2,35,000. ആ ഒരു വീഡിയോ ആണ് പിന്നീടുള്ള ഇടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ. പിന്നെ ബമ്പർച്ചിരി ചെന്ന് കഴിഞ്ഞിട്ടും കുറെ ഇത് മാറ്റമായി. നമ്മുടെ യൂട്യൂബ് ചാനൽ 22,000 ആയി. അങ്ങനെ ബമ്പർച്ചിരിന്ന് കാണുന്നതുകൊണ്ടാണ് അവർ കുറെ പേര് കമന്റ് ചെയ്യുന്നത്, ബമ്പർച്ചിരി കണ്ടിട്ട് വന്നാന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്യും. ബമ്പർച്ചിരിയിലോട്ട് അത് നമ്മുടെ കോട്ടയത്ത് ഓഡിഷൻ വന്നത്. എനിക്ക് അതിനകത്ത് പോകണം ഭയങ്കര പണ്ടത്തെ തൊട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ ചെന്ന് പെർഫോം ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്പോട്ട് ഓഡിഷനിൽ ചെന്നു, അവിടെ സെലക്ട് ആയി, കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ വന്നു. പിന്നെ 2ാമത് ഞാൻ പോയി, എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഉമ്മരെയൊക്കെ പരിചയപ്പെട്ടു. ഷോർട്ട് ഫിലിമൊക്കെ പ്ലാൻ ഉണ്ട്. ഉടനെ ഞങ്ങൾ ഇനിയിപ്പം മറ്റേ ഒരു വൃക്കയുടെ ഒക്കെ ഇഷ്യൂ ഇല്ലായിരുന്നു, അതെല്ലാം സോൾവ് ആയി. ഇപ്പം ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. എന്തെങ്കിലും ക്ഷീണോ കാര്യങ്ങളോ വരുവാണെങ്കിൽ മാറ്റി വെച്ചാൽ ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ അങ്ങനത്തെ കുറച്ച് ഞാൻ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ കണ്ട് ആ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറെ സംഭവത്തിന് ചേഞ്ച് വന്നിട്ടുണ്ട് ഡിക്രോയിൽ. അതായത് കണ്ടന്റ് ഓപ്പറേഷന്, വൃക്കയുടെ കുറെ സംഭവങ്ങള്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേറ്റ് തന്നെയാണ് ഡിക്രോ എന്ന് പറയുന്നത്. ഡിക്രോ ഇപ്പൊ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന എങ്ങനെ? എന്തെങ്കിലും പക്ഷെ അവർ എന്നെ വിളിക്കും, ഞാനൊരു അതൊക്കെ മാറ്റി ഞാൻ ഹാപ്പി ആക്കി വിടും. പിന്നെ കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടായിരുന്നു, ഞാൻ വീഡിയോ നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ലൈവ് കണ്ട് ചീത്ത ലൈവ് വീഡിയോ ഇനി മിസ്റ്റേക്ക് പെട്ടെന്ന് വിളിക്കും. ഞാൻ ലൈവ് വിളിച്ചിട്ട് ഞാൻ നടറോഡിലൊക്കെ നിന്നിട്ട് ലൈവിനകത്ത് കയറും. എന്നാടാ എന്റെ വിഷയം എന്നാ? നിങ്ങൾക്ക് 3 പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ സോങ് തന്നെയല്ലേ? ട്രൈ ചെയ്തിട്ട് പോരെ, നല്ല രീതിയിൽ പാടാം. അപ്പൊ ഡിക്രൂനോട് മോട്ടിവേഷൻ ചോദിച്ചു. ഞങ്ങള് പാട്ട് സെറ്റാക്കി തരാം. ലാസ്റ്റിലേക്ക് ഒരു പാട്ടും സെറ്റ് ചെയ്യാം. അവരോട് ചോദിക്കാണോ ചോദിച്ചോ? സമയം ഒരു വേടൻ ആരാധകനാണ് നമുക്ക്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആട്ടോ. ഓളം 20 എന്ന് പറഞ്ഞൊരു ഓളം 20 അല്ലല്ലോ, ഓളം ടീം ഓളംന്റെ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേടന്റെ പ്രോഗ്രാം ഇന്ന് വെക്കേണ്ടതായിരുന്നു ആക്ച്വലി, പക്ഷെ അത് വേടന്റെ കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇന്നത് മാറ്റി വെച്ചു. അപ്പൊ നെക്സ്റ്റ് ഉടനെ ആ പ്രോഗ്രാം ഉണ്ട്, അതിനകത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ട്, പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വേടനെ കാണാനായി, വേടൻ, സെജോ, ഗബ്രി, MC കോപ്പർ ഇന്ന ടീമാണ് വരുന്നത്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല, ഉടനെ ഉണ്ട് എന്തായാലും. അത് അടിപൊളി പ്രോഗ്രാം ആയിരിക്കും, അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. വെച്ചാൽ കൊച്ചിയിൽ ഏറ്റവും വലിയ പ്രോഗ്രാം ആണ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെ വെച്ച് നടക്കുന്നത്, കൊച്ചിൻ ബോൾഗാട്ടി പാലസ് വെച്ച് നടക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ പ്രോഗ്രാം ആയിരിക്കും എന്തായാലും. ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ വേറെ പ്രോഗ്രാം വെച്ചതിനെക്കാട്ടി അഫോർഡബിൾ ആണ് ടിക്കറ്റ്. അതെ, ടിക്കറ്റ് 1000 രൂപ ഉള്ളൂ. എന്തായാലും അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. ടീം ഓളം ഇത്തവണ തകർക്കും. അടുത്ത് ചോദിച്ചു എന്താണ് എന്റെ അറിയാനുള്ളത്. അവര് കുറെ അറിയാൻ, എനിക്ക് കുറെ ഞങ്ങൾ ചോദിക്കാം. അവര് കുറെ അറിയാനുള്ള ചോദിക്കും. ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയിട്ടുള്ള ടൈം എപ്പോഴാണ്? എനിക്കറിയണമെന്നുണ്ടായിരുന്നു.
അത് കാലിന്റെ ഓപ്പറേഷൻ കഴിയും. അന്ന് നമുക്ക് അത് അടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം ബെഡിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലി എല്ലാവരും അവര് എന്ന് വെച്ചാൽ കൂട്ടുകാരെയൊക്കെ പല ഇതിൽ പോകുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പോക്കറ നടക്കാൻ തുടങ്ങി. പിന്നെ ഓടാനും ചാടാനും പറ്റത്തില്ല. നേരത്തെ കളിക്കാൻ പോയിരുന്നു ടർഫില്. പക്ഷെ പോകാതൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് കാണിക്കുന്നു. അങ്ങനെ കുഴപ്പമില്ല. ലൈഫിൽ ഏറ്റവും സന്തോഷിച്ച മൊമെന്റ് എവിടെ? സന്തോഷിച്ചത് ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ അതെ ഇതിനേക്കാട്ടിലും വലിയൊരു സംഭവം ഞങ്ങളെ കിട്ടിയിരുന്നു പറയണം. അതെ അതാണ് സങ്കടം. അത് പറയാൻ പെടുന്നത് സങ്കടം. പിന്നെ ഇനി അടുത്ത ഇന്റർവ്യൂ കിട്ടുമ്പോ മാറ്റി പറയാം. അടുത്ത ഇന്റർവ്യൂ വരുമ്പോ അവന്മാരെ പോലെ അല്ല. പിന്നെന്താ എന്നോട് ചോദിക്കാനല്ലേ? പോസ്റ്റ് മാറിയില്ലേ? ഞങ്ങള് ഇപ്പം ഞാൻ തുടങ്ങിക്കോ സാർ. ഓക്കെ. പിന്നെ അംജു നിസാം, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നില്ല. അല്ല അതന്നെ പിന്നെ പറയത്തുള്ളൂ. പിന്നെ പെണ്ണുങ്ങളോട്ട് ചെല്ലും. പെണ്ണുങ്ങളുടെ പേരോട് ഉച്ചരിക്കുന്നില്ല. പറഞ്ഞു വേറെ ചോദിക്കാനുള്ളത് ഒന്നുമില്ല. ചേട്ടാ എന്നെ ചോദിച്ചു. ഇവനോട് വല്ല ചോദിച്ചു കഴിഞ്ഞാലോ ലാസ്റ്റ് വരുമ്പോൾ വല്ല ചാളവാർത്ത മത്തിവാർത്തന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അപ്പോ നിങ്ങളുടെയൊക്കെ ഫാമിലിനെ കുറിച്ചുകൂടെ? ഫാമിലി എനിക്ക് വീട്ടില് പപ്പ, മമ്മി, ചേച്ചിയുണ്ട്. 2 ചേച്ചിമാരായിരുന്നു. പിന്നെ ചേച്ചി അവിടെ കുട്ടിയുണ്ട്, ഹസ്ബൻഡുണ്ട്. പക്ഷേ ഞാനും മമ്മിയും വെളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ പപ്പ ഒറ്റയ്ക്കായതുകൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടി ഞങ്ങളോടെയാണ്. 2 ചേച്ചിമാരാണ്. ഒരാൾ മരിച്ചുപോയി. ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി. പിന്നെ കുഴപ്പമില്ല, നല്ല സെറ്റായിട്ട് പോകുന്ന ലൈഫെല്ലാം. അംജുവിന് ഒരു ബാപ്പയോ സാധാരണ എക്സ്ക്ലൂസീവ് അംജു നിസാമിന് ഒരു ഒറ്റ ബാപ്പേ ഉള്ളൂ. ഇവരുടെ വാപ്പയ്ക്ക് അയച്ചു കൊടുക്കില്ലേ? ബാപ്പനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ബാപ്പനെ ഒബികളിൽ അപ്പുറത്തുനിന്ന് കണ്ടു. ഒറ്റ ഇവനാ പറഞ്ഞ. അപ്പൊ അത് അല്ല അതാരാ ഇപ്പൊ പറയുന്ന ഒറ്റ ബാപ്പ. ഒറ്റ ബാപ്പ ചുമ്മാ വാപ്പ അല്ല ബാപ്പ ഒട്ടയിലായിരുന്നേ. ഞാനിപ്പുറത്തെ ഓമേകളിൽ പറടാ. എനിക്ക് കുടുംബം ഇല്ല, ഞാൻ അനാഥനാണ്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. വാപ്പ, ഉമ്മ, പെങ്ങള്, ഇത്താമാര്, ഒരു ഇക്ക, പിന്നെ വല്യമ്മ, വല്യാപ്പ. ഞാൻ ജോയിന്റ് ഫാമിലി ഫുള്ള് അടിപൊളിയാ. എല്ലാ കാര്യത്തിനും എല്ലാരും സപ്പോർട്ടായിട്ടിരിക്കും. ഒന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല ആരും. ഞങ്ങളെല്ലാരും ഒന്നിനു ആര് പറയും ആരൊന്നും പറയും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെങ്ങളാ. അവള് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് കേട്ടാവും. പക്ഷെ അവളെ ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് കേട്ടാവും. അതെന്താ എനിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അല്ല, അവള് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിച്ചു കൊടുക്കും. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പുച്ഛം. അതുകൊണ്ടാണ് അവളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഉമ്മ, വാപ്പ, പിന്നെ ഇക്കാമാര്, ഇത്താമാര് കുറെ പേരുണ്ട്. ബാക്കിയാണ് എനിക്ക് സപ്പോർട്ടായിട്ട് ആരും ഇല്ലായിരുന്നു ഒരു സമയത്തായപ്പോ. അത് നിന്ന് തന്നെ ഞങ്ങളുടെ മാമാണ് പറഞ്ഞിട്ടുണ്ട്. മാമയുടെ പേര് ഇപ്പൊ മാമ കോളേജിലെ ഡയറക്ടറാണ്. അവിടാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്നത്. കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നാണ് പേര്. അവിടാണ് പഠിക്കുന്നത്. കാക്കാനുള്ള അവിടാണ് പഠിക്കുന്നത്. കോളേജിലെ ഡയറക്ടറാണ്. ഷമീർ എന്നാണ് പേര്. അദ്ദേഹം നല്ലൊരു ബാക്ക് സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിനും സപ്പോർട്ടും കാര്യങ്ങളാണ്. ഇനി ഡിക്കറുണ്ട്. എന്റെ വീട്ടിൽ ഞാനും അമ്മയും അപ്പനും മാത്രം. ഒരാളില്ല. ഞങ്ങള് സന്തോഷം, സമാധാനം. ഫസ്റ്റ് ഈ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോ നാട്ടിൽ നിന്നൊക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതെല്ലാവരും വരാം. ഒറ്റ വാക്കിൽ അത് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ഒക്കെ അയ്യോ ദൈവമേ. അവിടുത്തെ സെലിബ്രിറ്റി ഇപ്പോഴത്തെ അല്ല, നേരത്തെ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ ആർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ആ വീഡിയോ റീച്ച് ആയി കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ വീട്ടിലോട്ട് ആൾക്കാർ വന്നത്. അങ്ങനെ നാട്ടുകാർ അറിഞ്ഞു. അല്ല, അപ്പം സ്റ്റാർട്ടിങ്ങില് ഈ വീഡിയോസ് ഇടുന്നതിന് ആരെങ്കിലും ഒക്കെ എതിര് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല നല്ല സപ്പോർട്ടാ. ഇവന്റെ കമന്റിനകത്ത് തന്നെ ഡിക്രൂ ബ്രോ ഈ ഇടയ്ക്ക് ഞങ്ങള് ചുമ്മാ ഒരു ചലഞ്ച് പോലെ ലൈവ് ഇട്ട. എന്റെ ഫാനും ഷെബിന്റെ ഫാനും ഡിക്രൂന്റെ ഫാനും പറഞ്ഞു. നോക്കിയപ്പോ ഡിക്രൂ പറഞ്ഞ ഇങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെബിൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അംജു. അതിലൊരെണ്ണം ഒന്നിപ്പഴിച്ച 3 എന്നല്ലേ?
അതെ, 2 എണ്ണത്തിന്റെ ഫേക്ക് അക്കൗണ്ട്. ഒരെണ്ണം അവൻ ടൈപ്പ് ചെയ്തിട്ട് അല്ല, ഇപ്പൊ കൊറേ സ്നേഹിക്കുന്നവരും ഉണ്ട്, കൊറേ കളിയാക്കുന്നവരും ഉണ്ട്, പിന്നെ കൊറേ കൂട്ടുകാരന്മാരുണ്ട് കളിയാക്കുന്ന. അമ്മാരുടെ എനിക്ക് പറയാനുള്ളത്, ഇത്ര നിലയിലെത്തി ഹാപ്പിയാണ്. കളിയാക്കുന്നവരെ ഓരോ വായക്കുമ്പോൾ നിർത്തും. ഞാൻ ഈ വീട് നീ കണ്ടിന്യൂ ചെയ്തോണ്ട് പോകും. ആരും നീ എന്താ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തത്തില്ല. എന്നിട്ട് പക്ഷെ അടുത്തൊരു ബ്രേക്കപ്പ് വന്ന് ഡിലീറ്റ് ആക്കും. ഇൻസ്റ്റ ഡിലീറ്റ് എടുത്തിട്ട് പോസ്റ്റ് ഇടും, എന്നിട്ട് എനിക്ക് കൊളാബ്, അവര് കൊളാബ്. അതെ, ഞങ്ങൾ 3 കൊളാബ്. എന്നിട്ട് ഇടും, ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു, നിങ്ങൾ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. നമുക്കിനി ഇവരുടെ ഒരു സോങ്ങിലേക്ക് പോവാ. പഠിക്കും. ആക്ച്വലി ഞങ്ങൾ പാട്ട് പാടാൻ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തില് ദേവിക ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ദേവിക, നന്ദന, ഗസല്, നന്ദു, അവരൊക്കെ നമുക്കിനി കൊണ്ടുവരാം. അവരെ ഉടനെ കൊണ്ടുവരുന്നു. അഡ്മിറ്റ് ആയിട്ട് ആയുധ കിടക്കുക. ഞങ്ങൾ അഡ്മിറ്റ് ആണ്. ഒരാളിപ്പോ നാളെ എക്സാം ആണ് ഗസലിന്. അതല്ലാണ്ട് ഒരാള് ദേവിക അല്ലെ ഇപ്പൊ ഇവിടെ കണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഓണം വേറെ ആയന, സത്യം വേറെ ശരിക്കും അടിപൊളിയായ. അപ്പൊ നമുക്കിനി നമ്മുടെ ഡിക്രൂവിന്റെ ഫാൻ ആയിട്ടുള്ള വേടന്റെ ഒരു സോങ്ങിലേക്ക് വേടൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കാണണം. അതെ, വേടൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഇവിടെ വരികയും കൂടെ ചെയ്യുക. ഒരുത്തി 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 കല്ല് കട്ടിലെ മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കല്ല് കല്ല് കൊണ്ടെന്നെ മയക്കി മയക്കി എണ്ണ കറപ്പിയേ, നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ, എണ്ണ കറപ്പിയേ, നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ. കുപ്പത്തൊട്ടിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിലെ പിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലടിച്ചവൾ, കത്തിയേരി സൂര്യനെ പട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരൽ കൊണ്ട പാറക്കല്ലും തൊട്ട് നിന്റെ ബാങ്കോക്ക് വരച്ചതോ, മെർലിംഗ് ലാൻഡ് വീട് മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ. ഇത് ലിറിക്സ് ഒക്കെ തെറ്റായി, എന്നാലും എന്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ടുമ്പോ എനിക്കറിയാം, അതറിയാം എല്ലാവർക്കും എന്റെ കയ്യിൽ നിന്നൊക്കെ ഇടുന്ന. പാടുന്നു പ്രിയരാഗങ്ങൾ മഴ തോരാതെ ഹൃദയം, തേടുന്നു പുതുതീരങ്ങൾ മഴ തോരാതെ ഹൃദയം, കണ്ണത്താ ദൂരത്തെ കഞ്ചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ നീ ചൂടുമോ വിടവാങ്ങുമീ രാത്രിയിൽ ഇന്നിതാ ആകാശമേ. ഇതാണ് എന്റെ കഴിവ്. കടലോളം സ്നേഹം ഉള്ളിനുള്ളിലുണ്ട്, പറയാനായി പലതും കാത്തുവെച്ചതെല്ലാം, നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനൊന്നാ കടലിന്റെ കടവത്തു കാത്തു. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരള് നിൻ കനവുണ്ടൻ കണ്ണിൽ, പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ, തേനായി സ്നേഹം തേൻ വരിക്കയായി, പൂവായി സ്നേഹം പൂവും പാറ്റയായി, നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനൊന്നാ കടലിന്റെ കടവത്തു കാത്തു. ഇവനെ മോന്തക്കോട്ട് ഇവനെല്ലാം കഴിഞ്ഞു. ഇവൻ എന്റെ മോന്തക്ക് റൊമാൻറ്റിക് പാട്ട് പാടിയില്ലേ. ഇനിയിപ്പോ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന ഡിക്രൂവിന് ഇവരോട് കൊടുക്കാനുള്ള ഇത്രയും നേരമുള്ള ഇവരുടെ പെർഫോമൻസ് വെച്ചിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷനോടുകൂടി നമ്മൾ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇനിയും ഇവരും ഇവരുടെ കുറച്ചുകൂടെ പേര് വരാനായിട്ടുണ്ട്. അവരെല്ലാരും ചേർന്ന് നമ്മളിനി ഒന്നുകൂടെ കൂടുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പ് ഡിക്രൂവിന്റെ ഒരു മോട്ടിവേഷൻ. അതെ.
ഞങ്ങൾ രണ്ടുപേരുടെ മോന്തയ്ക്ക് നോക്കി പറഞ്ഞു. ഇവനോടൊരു മേലെ മീൻ അഥവാ കഥ കടത്തിട്ട് പോയില്ല, ഒരു പണം പോലും കയറി. സത്യം കഥ അടച്ചിട്ട് പോകാൻ കയറിയിട്ട് ഒരു ചെറിയ പറയാനുണ്ട്, അത് പറഞ്ഞു ലാസ്റ്റ് പറയാം. ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഇവരെൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഫ്രണ്ട്സ്, എനിക്ക് നേരത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇവർ വന്നതിന് ശേഷം ഹാപ്പിനെസ്, ഞങ്ങളിപ്പോൾ എപ്പോഴും ഞങ്ങൾ ഭയങ്കര ഓണാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇവർ വന്നതിന് ശേഷമാണ്. അപ്പം ഈ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത കുറേ പേരുണ്ട്, ആരും കൊണ്ടുപോകാൻ തോന്നുന്നു. ഇവൻ എന്നെ വിളിച്ചപ്പോൾ നമുക്ക് എവിടെ ട്രിപ്പ് പോകണമെന്ന് എന്നോട് ചോദിച്ചായിരുന്നു, നമുക്ക് ബൈക്കേ വരെ കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതാണ് ആരും ഇല്ലാത്തവർക്ക് എവിടെയെങ്കിലും ആൾക്കാർ കാണും, അവർ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ലൈഫ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അനുഭവിക്കും. ലവ് യു. അതെ എടുക്കുറേ. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് ഉടനെ ഉണ്ടാവും. അപ്പം മെയിനായിട്ട് ഇരിക്കാൻ പോകുന്നത് ഞാനും ഡിക്രും കൂടെ ആയിരിക്കും. ഇവന് കോളേജ് ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ല. ഞാനും ഡിക്രും കൂടി ഇപ്പം പുള്ളിക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ കൂടെ നെടിഞ്ഞൊരു പുള്ളിക്കാരുണ്ടാവും. ഞങ്ങൾ ഇപ്പോൾ ഒരു ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റുഡിയോ ഒരു 80% ഇന്നലെ നൈറ്റ് സത്യം പറഞ്ഞ വെളുപ്പിന് 3 മണി വരെ സ്റ്റുഡിയോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറയാം, ഉറങ്ങാതെയാണ് ഇന്ന് ഇവിടെ വന്ന് എത്തിയേക്കുന്നത്. തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല, അതാ കണ്ണിൽ നീര് വെച്ചിരിക്കുന്നത്. രാത്രി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വർക്കെല്ലാം ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ചില്ലറ പരിപാടിയും കൂടെ അതിനകത്തുള്ളൂ. പിന്നെ നമ്മൾ അതിനകത്തൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയും കൂടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോൾ പാട്ട് പാടാനായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം 3 റീലൊക്കെ ഇൻസ്റ്റ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു 1000 വീഡിയോ അല്ല, എത്ര വീഡിയോ ആയിക്കോട്ടെ, 1000 വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ യൂട്യൂബിലായിരിക്കും, സ്ട്രീം ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡിസ്കോഡിനകത്ത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 6 മണി വരെ ഇപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും സോങ് നമുക്ക് അയച്ചു തരാം. 10 to വൈകുന്നേരം 6 മണി വരെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസ്കോഡ് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് വീഡിയോസ് ഇട്ടാൽ മതി, സോങ് പാടിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് നമ്മൾ ആൾക്കാരെ, നല്ല പാട്ടാണ് നമ്മൾ നോക്കും, എങ്ങനെ ആൾക്കാരെല്ലാം നമ്മൾ നോക്കും. അത് സ്ട്രീം ചെയ്ത് തന്നെ ലൈവ് ആയിട്ട് തന്നെ നമ്മൾ കാണിക്കും. അല്ല ഒരു എഡിറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പക്കായിട്ട് നമ്മളത് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് അതിനകത്തുനിന്ന് പാടുന്ന കുട്ടികൾക്ക്, നല്ല രീതിയിൽ പാടുന്നവർ നമ്മൾ ആഴ്ചയിൽ അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു മൊമെൻറ്റോ ഒരു പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അവരെ ആ പാടി കിട്ടുന്നവരെ നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റ് സെലക്ഷൻ ചെയ്ത് നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിനകത്ത് ഒരു ഇന്റർവ്യൂ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ടാവും. അവിടെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരു ഗസ്റ്റ്, നല്ലൊരു ഗസ്റ്റും കൂടെ ഉണ്ടാവും. അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഗസ്റ്റും അവിടെ ഉണ്ടാവും. അപ്പോൾ ഉടനെ എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. വീഡിയോസും ഞങ്ങളെല്ലാം പക്കായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത് വരിക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. പുള്ളിക്കാരൻ നമ്മളും തുടങ്ങുകയാണ്. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ ടീമിലോട്ട്. ഉടനെ എടാ ഷെയ്ക്കാൻ എടുത്ത് വിളിച്ച് തരണം ഇങ്ങോട്ട്. അതെ, അതേപോലെ തന്നെ എനിക്കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനും ഇനിയും തൊട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഇപ്പൊ ഇൻസ്റ്റയിലും അതേപോലുള്ള കഴിവുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം അവർക്കൂടെ ഇവിടെ വരുമ്പോ ഒരു ഗസ്റ്റ്, അപ്പം അവർക്ക് കുറെ പേർക്ക് കാണും ഒരു ഗസ്റ്റിന്റെ കൂടെ ഒരു സംഭവം, അവരുടെ ഒരു കഴിവ് അവരുടെ മുമ്പിലും കൂടെ ഷോ ഓഫ് ചെയ്യണമെന്നുള്ളൊരു സംഭവം കുറെ പേർക്ക് കാണും. അപ്പോൾ അവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വരാൻ തീരുമാനിക്കുന്നവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. അങ്ങനെയുള്ളവരെ നമ്മൾ അവരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഗസ്റ്റിലേക്ക് അവരോടൊപ്പം തന്നെ അവർക്കൊരു ഷോയും കൂടെ കൊടുക്കും. ഉടനെ ഞങ്ങളുടെ ഒരു ഷോ ഞങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ ഷോ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.